കേരളം പോളിംഗ് ബൂത്തിലേക്ക് അടുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പല മുന്നണികളും കൊട്ടിക്കലാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇനി കൊച്ചി കോർപ്പറേഷന്റെ വിധി എന്തായിരിക്കും? ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണിയായിരിക്കും കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ സാധ്യതയുള്ളത്? നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എന്റെ ടേക്ക് പ്രകാരം ഫീൽഡ് അനലിസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കൊച്ചി കോർപ്പറേഷൻ ഈ പ്രാവശ്യം കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഫീൽഡ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അല്ല, പക്ഷെ അപ്പോഴും എൽ ഡി എഫിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് കൊച്ചി കോർപ്പറേഷൻ അവരുടെ കയ്യിൽ ഭദ്രമാണെന്നാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. അല്ല, കൊച്ചി കോർപ്പറേഷൻ ഒരു കാലത്തും LDFന്റെ കുത്തക കോർപ്പറേഷനുകളൊന്നും അല്ലായിരുന്നു. അവിടെ അട്ടിമറികൾ നടന്നാണ് കഴിഞ്ഞ വട്ടം LDF ഭരണത്തിലേക്ക് വന്നത്. നോക്കൂ, 2015 2020 2021-25 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു മാറ്റം അവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് 31 സീറ്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷം ജയിക്കാനായിട്ട് 4 വിമതന്മാരിൽ 2 CPM വിമതന്മാരെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർ ഭരണം പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനല്ല. കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടുത്തെ DCCയും DC പ്രസിഡന്റും സംഘടനാ സംവിധാനങ്ങളും എല്ലാം ചലിച്ചതിന്റെ ഭാഗമായി ഈ പ്രാവശ്യം കൊച്ചി കോർപ്പറേഷൻ UDFനെ പിന്തുണയ്ക്കും, കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ജനത്തിന്റെ വികാരവും അത് തന്നെയാണ്. പക്ഷേ LDF ഭരണം മോശമാണെന്ന് ആരും തന്നെ പറയുന്നില്ല. നമ്മളും പലതരത്തിലുള്ള ഫീൽഡ് സർവേകളും നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം മോശമാണ് എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു ആന്റി ഇൻകംബൻസി വികാരം, ഭരണവിരുദ്ധ വികാരം കൊച്ചി കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. കൊച്ചി എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, ആ ഒരു സിറ്റി കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് LDFന് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. നമുക്കറിയാം, UDFന്റെ കയ്യിൽ കുത്തകയായി വെച്ചിരുന്ന ഒരു സംഭവം പിന്നീട് ആ ഒരു കോർപ്പറേഷൻ പിന്നീട് LDFന്റെ കയ്യിലേക്ക് പോകുന്നു. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് LDFന്റെ ഉത്തരവാദിത്വം അല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് LDF വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, വർക്കുകൾ നടത്തി തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം, അത് മുൻ മേയറായിട്ടുള്ള അനിൽകുമാർ മാറി നിന്ന് മത്സരിക്കാതെ നിന്ന് അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം അവർ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതായത് നോക്കൂ, കൊച്ചിയെ സംബന്ധിച്ച് വികസനമുണ്ട്, വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ കാലത്തും എറണാകുളം ജില്ല എന്ന് പറയുന്നത് കൊച്ചി അടങ്ങുന്ന എറണാകുളം ജില്ല എന്ന് പറയുന്നത് LDFനെ പിന്തുണയ്ക്കുന്ന ഒരു ജില്ലയൊന്നുമല്ല. അവിടെ കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള വേരോട്ടമുള്ളൊരു ജില്ലയാണ്. നോക്കൂ, ഹൈബി ഈഡൻ ആയാലും അൻവർ സാദത്ത് ആയാലും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മറ്റ് നേതാക്കളായിരുന്നു. പിന്നെ കളമശ്ശേരിയിൽ നിന്ന് നമ്മുടെ P. രാജീവ് മാത്രമാണ് ഇവിടെ നിന്ന് അത്തരത്തിൽ വിജയിച്ച് മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത്. അത് പിടിച്ചെടുത്തതാണ്. അതായത് വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെയാണ് P. രാജീവ് കളമശ്ശേരിയിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പ്രവർത്തനം ഏകോപിപ്പിച്ച് അവിടേക്ക് വളർന്നു വന്നത്. പക്ഷേ തദ്ദേശ തലത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഈ പ്രാവശ്യം വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് കൃത്യമായി കോൺഗ്രസ് അനലിസ്റ്റുകളും കോൺഗ്രസ്സുകാരും പറയുന്നത് വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ 9 മണിക്കകത്ത് കോൺഗ്രസ് ജയിക്കാൻ പോകുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് കൊച്ചി കോർപ്പറേഷൻ ആയിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിലും അവർ വിശ്വസിക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. ഇതിന്റെ അവസാന വട്ട വീടൊരുക്കങ്ങൾ, നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ ഹർഷ സൂചിപ്പിച്ച പോലെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കുന്നത്. അപ്പോൾ UDF മുന്നോട്ട് വെച്ച കുറേ അധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചതിന് അടയാളമാണ് ഏറ്റവും പോസിറ്റീവ് വൈബ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതായത് അവർ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ എന്താണ്? കൊതുക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയം, P&D കോളനിയിൽ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റിച്ച വിഷയം, കൊച്ചിയിലെ വെള്ളക്കെട്ടുകൾ തടയുന്നില്ല, മഴ പെയ്താൽ വെള്ളക്കെട്ട്, ഏത് സർക്കാർ മാലിന്യം ഒരു പരിധിവരെ LDFന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൊച്ചി ദുർഗന്ധപൂർണമാണ്. അത്തരം സ്ട്രാറ്റജികളാണ് കെട്ടിടക്കരം അടയ്ക്കുന്നതുമായി ഏർപ്പെടുത്തിയ അതിലെ കണക്കുകൾ പറയുന്നത്. കെട്ടിടക്കരം ഉയർത്തുന്നത് വലിയ തരത്തിലുള്ള, അതായത് പാളിച്ചകൾ LDF കൊച്ചി കോർപ്പറേഷനകത്ത് സംഭവിച്ചു. അത് ജനങ്ങളെ ഒരുപാട് അധികം ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കുടിവെള്ളവുമായി അതേപോലെ കൊച്ചിയുടെ റോറോ സർവീസ്, നമുക്കറിയാം കൊച്ചിയിലെ പല സ്ഥലങ്ങളിൽ റോറോ സർവീസുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകിക്കൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കൊച്ചി നിലവിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിലവിലത്തെ കണക്കുകൂട്ടൽ അവർക്കെല്ലാം അവർ ഭദ്രമാണ്. കഴിഞ്ഞതിന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കോൺഗ്രസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ 9 മണിക്കുള്ളിൽ എണ്ണി തുടങ്ങുമ്പോൾ 9 മണിക്കുള്ളിൽ ജയിക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷനായി കൊച്ചി കോർപ്പറേഷൻ മാറുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ LDFനെ കുറിച്ചും UDFനെ കുറിച്ചും എത്രത്തോളം പറയുമ്പോൾ നമ്മൾ BJP ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോർപ്പറേഷൻ കൂടിയാണ്. തീർച്ചയായിട്ടും നേരത്തെ സമയത്ത് കൊച്ചി കോർപ്പറേഷനിൽ വലിയ സ്വാധീനമൊന്നുമില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ 5 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം നേടിയിരുന്നത്. പക്ഷെ അതിപ്പോ 7 മുതൽ 10 വരെ ആയാലും അതിശയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. നിർണായകമായ ഒരു ശക്തിയായി നിൽക്കാൻ കഴിയും BJPക്ക് എന്നുള്ളത്
നമ്മൾ എടുത്തു കാട്ടേണ്ട ഒരു കാര്യമാണ്. നേരത്തെ പോലെ BJP കേരളത്തിലായിരുന്നതനുസരിച്ച് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതൊക്കെ ചർച്ചകൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നത് പോലൊന്നും കൊച്ചി കോർപ്പറേഷന് BJP സംസ്ഥാന തലത്തിൽ വലിയൊരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും അവർ പടിപടിയായി വളർന്നു വരുന്നൊരു സാഹചര്യം അവർ നിർണായക. നമുക്ക് ഒരു പക്ഷേ ഒരു തൂക്ക് കോർപ്പറേഷൻ തൂക്ക് ഭരണമാണ് വരുന്നതെങ്കിൽ BJPയുടെ വോട്ടുകൾ BJPയുടെ കൗൺസിലർമാർ വോട്ടുകൾ അവിടെ നിർണായകമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു ഘടകങ്ങളിലേക്കൊന്നും ഇതുവരെ ഇരു മുന്നണികളും ശ്രമിക്കുന്നില്ല. ഇവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നത് കൃത്യമായി പറഞ്ഞാൽ LDF ആൻഡ് UDF, കോൺഗ്രസ് ആൻഡ് CPM ഇവരുടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് മാത്രമാണ് കൊച്ചി കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെയും പൊളിച്ചെഴുതിക്കൊണ്ട് അവരുടെ ഒരു കുറ്റപത്രം എന്ന് പറയുന്ന അവരുടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഫീൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ പല ഡിവിഷനുകളും അവർ ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായിരിക്കും പോളിംഗ്, അതായത് വോട്ടെണ്ണുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നോക്കൂ, അതായത് കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചി ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ്പരമായി സാധ്യതകളുള്ളത്. ടൂറിസം മേഖലയിൽ ഇവർക്ക് ഇത്തരത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചു, അതായത് കടപ്പുറങ്ങളുടെ വൃത്തിയെ സംബന്ധിച്ച് ഒക്കെയുള്ള ചർച്ചകൾ കോൺഗ്രസ് അയച്ചു വിട്ടു. ഇതൊക്കെ ഒരു ഘട്ടം വരെ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. കൊച്ചിയെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്നത്, അവരുടെ ഒപ്പമുള്ളവർ പറയുന്നത്, അതായത് കൊച്ചി ഈ പ്രാവശ്യം UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കണം, ഒരു ഭരണമാറ്റം എന്നല്ല, LDFന്റെ ഭരണം മോശമായതുകൊണ്ട് എന്ന് ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. പക്ഷേ മറ്റൊരു മാറ്റം ആവശ്യമാണ് കൊച്ചിക്ക്. കാരണം അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. LDFന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം മാത്രമാണ്. പക്ഷെ അപ്പോഴും ഇനിയൊരു മാറ്റം വരണം. കാരണം കൊച്ചിയെ സംബന്ധിച്ച് UDF ഭരിച്ചിരുന്നപ്പോൾ ഒരു സംതൃപ്തി LDF ഭരിക്കുമ്പോൾ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു അട്ടിമറി ഇനിയിപ്പോൾ ഈ ഒരു തവണ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു തുടർഭരണം LDFന് അസാധ്യമായ ഒരു കോർപ്പറേഷൻ കൂടിയല്ലേ കൊച്ചി കോർപ്പറേഷൻ. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചാലേ നമ്മൾ പറയുന്നത് പോലെ UDFന്റെ കയ്യിൽ വീണ്ടും അത് തിരിച്ചെത്തുമ്പോൾ ഈ ഒരു അവസാന നിമിഷം UDFനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു കണക്ക് നേഷൻ ഫസ്റ്റിന്റെ ഒരു അനലിറ്റിക്കൽ ഫീൽഡ് സ്റ്റഡി വെച്ചിട്ട് ഇത് കണക്കുകളാണ്, എല്ലാം ജനമനസ്സുകളിൽ ഇരിക്കുന്ന ഒരേ ഒരു തീരുമാനമാണ്. അപ്പോൾ 35 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും. 30 സീറ്റുകളുമായി LDF രണ്ടാമത് വരും. BJPക്ക് 7 മുതൽ 9 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ.